മലയാള സർവകലാശാലയുടെ രൂപീകരണ ആശയം മുതൽ തന്നെ ഇപ്പോൾ 4 ഇയർ UGP ആരംഭിക്കുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മലയാള സർവകലാശാല എന്നും അദ്ദേഹത്തിന് സ്ഥാനം നൽകിയിരുന്നു. അദ്ദേഹം അതനുസരിച്ച് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നൽകുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും 4 ഇയർ UGP തുടങ്ങുമ്പോഴേക്ക് അദ്ദേഹത്തിനെ പോയി കാണുമ്പോഴും അദ്ദേഹം ഏതെല്ലാം കോഴ്സുകളാണ് തുടങ്ങേണ്ടത്, അടുത്തത് ഏതൊക്കെ കോഴ്സുകൾ ആരംഭിക്കണം എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ജയകുമാർ തുടക്കത്തിൽ ആദ്യം തുഞ്ചപ്പറമ്പിലാണല്ലോ മലയാള സർവകലാശാലയുടെ ആദ്യത്തെ ലോഞ്ചിങ് മീറ്റിംഗ് നടക്കുന്നത്. അവിടെ അദ്ദേഹമായിരുന്നു MT പ്രധാനിയായി അവിടെ ഉണ്ടായിരുന്നു. ജയകുമാർ സാറ് MTയുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും ആശയങ്ങൾ അന്വേഷിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങളുടെ ഉപദേശക സമിതിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ എമിറേറ്റ്സ് പ്രൊഫസറാണ് കട്ടള വെച്ചത്, മലയാള സർവകലാശാലയുടെ കട്ടള വെച്ചത് MT ആണ്. ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത് MT ആണ്. ഞങ്ങളുടെ 10ാം വാർഷിക ഉദ്ഘാടനം ചെയ്തത് MT ആണ്. സാഹിതി ഫസ്റ്റ് ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്ത MT ആണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്ത ആളെന്ന നിലയിൽ മലയാള സർവകലാശാലയ്ക്ക് വല്ലാത്ത നഷ്ടമാണ്. ആ ബന്ധം ഞങ്ങൾക്ക് സർവകലാശാലയുടെ വളർച്ചയ്ക്ക് വളരെ സഹായിച്ചിട്ടുള്ള ഒരു ബന്ധമാണ് MT ആയിട്ടുള്ള ബന്ധം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ മലയാള സർവകലാശാലയുടെ ചരിത്രപരമായ ദൗത്യം എന്താണെന്ന് സൂചിപ്പിക്കുന്ന ധാരാളം പ്രസംഗങ്ങൾ അദ്ദേഹം അവിടെ വന്ന് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാഷയ്ക്ക് വേണ്ടിയുള്ള സ്ഥാപനം എന്നതിന് സർവകലാശാല എന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിൽ വളരെ പങ്ക് അദ്ദേഹത്തിനുണ്ടെന്ന് നിസ്സംശയം പറയാൻ കഴിയും. സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും സർവകലാശാല ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്മരണയ്ക്ക് വേണ്ടി ആലോചിക്കുന്നതാണ്. ഞാൻ തുഞ്ചപ്പറമ്പിൻ്റെ തൊട്ട അയൽവാസിയാണ്. ഒരു അയൽവീട്ടിലെ കുട്ടി എന്ന നിലയിൽ എന്നോട് അദ്ദേഹം സർവകലാശാലയെക്കുറിച്ചും തുഞ്ചപ്പറമ്പിനെക്കുറിച്ചും ബാലസമാജം ആരംഭിക്കുമ്പോഴും ഒക്കെ ബാലസമാജത്തിൻ്റെ ആദ്യത്തെ കോർഡിനേറ്ററായിട്ട് എന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത്. വളരെ കുറച്ച് സംസാരിക്കുകയും അതിൽ കൂടുതൽ നിശബ്ദമായിക്കൊണ്ട് ആജ്ഞകൾ നടത്താൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വളരെ ദുഃഖത്തോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.